കേരളം മണ്ണിനെയും പെണ്ണിനെയും വിൽക്കുന്ന നാടായി മാറിയെന്ന് കവയത്രി സുഗതകുമാരി പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തണ്ണീർത്തടങ്ങളും നെൽപ്പാടങ്ങളും എന്ന വിഷയത്തിൽ പരിസ്ഥിതി പ്രവർത്തകർക്കായി പറപ്പൂക്കരയിൽ നടത്തുന്ന സംസ്ഥാനതല പരിശീലന പരിപാടിയിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ മണ്ണും പെണ്ണും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടിനും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കെട്ടിടം നിർമ്മിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ലഹരി. ഒരു വയൽ നികത്തുമ്പോൾ ഒരു ആവാസ വ്യവസ്ഥയാണ് നശിക്കുന്നത്. സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. തണ്ണീർത്തടങ്ങളുടെയും വയലുകളുടെയും സംരക്ഷണത്തിന് കൂടുതൽ ശക്തവും പഴുതുകളില്ലാത്തതുമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നുവെന്നും സുഗതകുമാരി പറഞ്ഞു. മണൽ വാരിക്കൊടുത്തതിനാൽ എല്ലാ പുഴകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരത്തെ കിണറുകളിൽ പോലും വെള്ളമില്ല. ഭൂഗർഭജലം അപകടകരമായ വിധത്തിൽ താഴ്ന്നു കഴിഞ്ഞെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിലാണ് സർക്കാർ. ഒരു രാജ്യത്തിന് അവനവന്റെ കുടിവെള്ളം സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ അവിടുത്തെ സാക്ഷരത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും പ്രയോജനമില്ലെന്നും സുഗതകുമാരി പറഞ്ഞു. പ്രൊഫസർ M.K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ C.T.S. നായർ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരായ പ്രൊഫസർ VR രഘുനന്ദനൻ, C. പ്രസാദ് എന്നിവർ സംസാരിച്ചു. 3 ദിവസങ്ങളായി പറപ്പൂക്കര GLP സ്കൂളിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ നെൽപ്പാടങ്ങളുടെ വീണ്ടെടുപ്പ്, നെൽവയലുകൾ നേരിടുന്ന പ്രതിസന്ധി, നെൽവയൽ സംരക്ഷണം, തീരദേശ പരിസ്ഥിതി തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് നയിക്കും. TCV ന്യൂസ്, പുതുക്കാട്.